നമുക്ക് ഒരുമിച്ച് ആലപിച്ച ഗീതത്തിന്റെ ഏതാനും ശീലങ്ങൾ ഒരുമിച്ച് പാടാം. ഇല്ലതാ നാം
ഈ മനുഷ്യനോട് ചോദിക്കുകയാണ് ഒരു ദിവസം, എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് താങ്കൾ എല്ലാ ദിവസവും ഈ മതിലിന്റെ സമീപത്തേക്ക് പോകുന്നത്? അവിടെ പോയിട്ട് വരുമ്പോൾ താങ്കൾ ഏറെ സന്തോഷവാനായി കാണുന്നല്ലോ. എന്താണ് ഈ മതിലിന് സമീപത്തേക്ക് പോകുന്നതിന്റെ രഹസ്യമെന്ന്? പ്രിയമുള്ളവരെ, ആ കുഷ്ഠരോഗിയായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എന്റെ കുടുംബത്തിൽ ഏറ്റവും സന്തോഷമായിട്ട് ജീവിച്ചിരുന്നവനാണ്. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആവശ്യത്തിന് ധനമൊക്കെയും എനിക്കുണ്ടായിരുന്നു. എനിക്ക് കുഷ്ഠം ബാധിച്ചപ്പോൾ എന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു. പക്ഷെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യ, അവൾ എന്നെ കൈവിട്ടില്ല. അവൾ എന്നോടൊപ്പം പോകുന്നു. ഈ കുഷ്ഠരോഗാശുപത്രിയിൽ അവൾക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് അവൾ ഈ മതിലിന് പുറത്ത് എന്നെ കാണുവാൻ വേണ്ടി എല്ലാ ദിവസവും വരുന്നുണ്ട്. അവളെ കാണാൻ വേണ്ടിയാണ് ഞാൻ അവിടേക്ക് പോകുന്നത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതൊരു പക്ഷെങ്കിൽ നമുക്ക് തോന്നും സാങ്കല്പികമാണ് എന്ന്. രണ്ടായാലും ആ മതിലിന് പുറത്ത് എല്ലാ പ്രഭാതത്തിലും തന്നെ കാത്തു നിൽക്കുന്ന, തന്നെ കാണുവാനായി ആഗ്രഹിച്ചു നിൽക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന തന്റെ ഭാര്യ ഉണ്ട്
എന്നുള്ളതായ ഒരു ബോധം, തന്റെ ഭാര്യ തന്നെ കാണുവാനായി ആ മതിലിന് പുറത്തു നിൽക്കുന്നു എന്നുള്ളതായ ഒരു ബോധം, ആ ഒരു അറിവ്, അത് ഈ കുഷ്ഠരോഗിയായ മനുഷ്യനെ ശരീരത്തിൽ വ്രണങ്ങൾ ബാധിച്ച് ശരീരത്തിലെ ഓരോ അവയവങ്ങളും പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, ശരീരത്തിൽ പുഴുവരിക്കുന്ന വേദനയുടെ അനുഭവത്തിൽ തന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, ആ ആൾ തന്നെ കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ളതായ ഒരു ബോധം, അത് ഈ മനുഷ്യനിൽ കൂടുതൽ ഊർജ്ജസ്വലത നൽകി. അത് ഈ മനുഷ്യന്റെ ശരീരത്തിന്റെ വേദനയെ മറക്കുവാൻ അവനെ സഹായിച്ചു. പ്രിയമുള്ളവരെ, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അനുഭവിക്കുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും, സാമ്പത്തികമായും എല്ലാ തരത്തിലുമുള്ളതായ ബുദ്ധിമുട്ടുകൾ, അവ നമുക്ക് മറക്കുവാൻ അല്ലെങ്കിൽ അവ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുമ്പോൾ, ആ സന്നിധി ബോധമുണ്ടാകുമ്പോൾ നമുക്ക് അതിന് ഇടയായി തീരും എന്നുള്ളതാണ് ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുവാനുള്ളത്. വേദപുസ്തകം അനേക തവണ വായിച്ചിട്ടുള്ളവരാണ് നാം എല്ലാവരും. അനേകം തവണ അതിലെ അനേകം ചിന്തകൾ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നാം എടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഓരോ പ്രാവശ്യവും കർത്താവിന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ അവ ഇന്നത്തെ പുതിയ തലമുറയിൽ നമ്മളെല്ലാവരും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ പോലെയുള്ള ദൈനംദിന ജീവിതത്തിലെ ഘടകമായി തീർന്നിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നാം ഉപയോഗിക്കുന്നു. ഒരിക്കൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു മദർ തെരേസയോട് ആവശ്യപ്പെട്ടു, മദറിന്റെ കോൺവെന്റിൽ നിന്നും ദുരിതബാധിത പ്രദേശത്ത് ശുശ്രൂഷ ചെയ്യുന്നതിനു വേണ്ടി കുറച്ച് സിസ്റ്റേഴ്സിന്റെ സേവനം ആവശ്യമുണ്ട് എന്ന്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മദർ തെരേസ കൊടുത്ത ഒരു മറുപടി ഇതാണ്: ഞാൻ എന്റെ സിസ്റ്റേഴ്സിനെ വിട്ടുതരാം, ബട്ട് വൺ കണ്ടീഷൻ, എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. സന്ധ്യയാകുമ്പോൾ, എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ അവരെ എന്റെ കോൺവെന്റിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, അവരെ ഈ ചാപ്പൽ മുറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഒരു പകൽ മുഴുവനും അവർ ശുശ്രൂഷ ചെയ്തു. അടുത്ത പ്രഭാതത്തിലേക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീക ഊർജം സംഭരിക്കുന്നതിന് വേണ്ടി അവരെ ഈ ദേവാലയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെടുന്ന മദർ തെരേസ. പ്രിയമുള്ളവരെ, പകലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം തിരിച്ചു കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്ന മദർ തെരേസ ഇന്ന് ജീവനോടെ ഇല്ലെങ്കിലും അഗതികളുടെ അമ്മയായ ആ മദർ തെരേസയുടെ ആ വാക്കുകൾ, പ്രധാനമന്ത്രിക്ക് നൽകിയ ആ മറുപടി, അതായിരിക്കണം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നാം സൂക്ഷിക്കേണ്ടതായ സന്ദേശം. പകലത്തെ ഓട്ടങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലെ ഓട്ടങ്ങൾക്ക് ശേഷം, ഇന്ന് ഈ ദേവാലയത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ആത്മീയമായി ഊർജം സംഭരിക്കുന്നതിന് വേണ്ടിയാണ്, ആത്മീയമായി അഭിവൃദ്ധി നേടുന്നതിന് വേണ്ടിയാണ്. നാം ജീവിക്കുന്നതായ ലോകം, നമുക്ക് ചുറ്റുമുള്ളതായ ലോകം, അത് എന്നെയും നിങ്ങളെയും ആത്മീകതയിൽ മലീമസപ്പെടുത്തിയിരിക്കുന്നു. എന്നെയും നിങ്ങളെയും ഭൗമികതയിൽ അത് ഉയർത്തുമ്പോൾ ആത്മീയത നമ്മുടെ ഉള്ളിൽ നിന്ന് കെട്ടുപോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് നിന്നും മാറി ദൈവത്തിന്റെ ആത്മാവിൽ നിറയുന്ന, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറയുന്ന ഒരനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ആ മദർ തെരേസ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതാ നമ്മൾ ഈ പരിശുദ്ധ ദേവാലയത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു. റിട്ടേൺ ടു ഗോഡ്, റിട്ടേൺ ടു തൈസെൽഫ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധ വേദപുസ്തകത്തിൽ തിരിച്ചുവരവ് ആഗ്രഹിക്കുകയും പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തതായി ഒരു സന്ദർഭം നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അപ്രകാരം നമുക്ക് കാണുവാനായിട്ട് ഇടയാകും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ
31 വരെയുള്ളതായ വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായം 11 മുതൽ 31 വരെയുള്ളതായ 20 വാക്യങ്ങൾ. ഇതിന് കൊടുത്തിരിക്കുന്ന ശീർഷകം, ഈ വേദഭാഗത്തിന് കൊടുത്തിരിക്കുന്നതായ ഒരു തലക്കെട്ട് ഇപ്രകാരമാണ്: മുടിയനായ പുത്രന്റെ ഉപമ എന്നാണ്. നമുക്കറിയാം, നമ്മളൊക്കെയും അനേക തവണ വായിച്ചിട്ടുള്ളതാണ്, അനേക തവണ കേട്ടിട്ടുള്ളതായ ഒരു ഉപമയാണ്. ഇവിടെ തന്റെ പിതാവിൽ നിന്ന് തനിക്ക് ലഭിക്കുമായിരുന്നതായ പിതൃസ്വത്ത് ആ പിതാവ് തനിക്ക് തിട്ടപ്പെടുത്തി തരുന്നതിന് മുമ്പ് തന്നെ അത് അങ്ങോട്ട് ചോദിച്ചു വാങ്ങുന്ന ഒരു പുത്രനെയാണ് കാണുവാൻ കഴിയുന്നത്. എന്നിട്ട് ഇതിനേക്കാൾ കൂടുതലായി ഈ പിതാവിന്റെ സന്നിധിയിൽ പിതാവിനോടൊപ്പം തന്റെ പിതൃഭവനത്തിൽ താമസിക്കുന്നതിനേക്കാൾ കൂടുതലായി തനിക്ക് ഈ ലോകത്തിൽ നിന്ന് മറ്റെന്തൊക്കെയോ ലഭിക്കും എന്നുള്ളതായ ഒരു വലിയ പ്രതീക്ഷയോടുകൂടെ തന്റെ പിതാവിനെയും തന്റെ പിതൃഭവനത്തെയും ഉപേക്ഷിച്ച് അന്യദേശത്തേക്ക് പോകുന്ന ഒരു പുത്രനെയാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തന്നെ സ്നേഹിക്കുന്ന തന്റെ പിതാവ്, താൻ ജനിച്ചു വളർന്ന തന്റെ പിതൃഭവനം, തനിക്കെല്ലാം ആയിരിക്കുന്നതായ തന്റെ ദേശം, ഇതുപേക്ഷിച്ച് അന്യദേശത്തേക്ക് പോകുന്ന ഒരു മകനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഉപമയിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഈ പിതാവിന്റെ സ്നേഹത്തെ വർജിക്കുന്ന പുത്രൻ, അവൻ പ്രധാനമായിട്ടും 7 തൻ്റെതായ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതായി കാണുവാൻ കഴിയും. 7 എസ്സുകൾ, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 7 എസ്സുകൾ ഈ പുത്രന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. 15 അധ്യായം 12 വാക്യത്തിൽ ഇപ്രകാരം കാണാം: അപ്പ നിന്റെ സ്വത്തിൽ എനിക്കുള്ള പങ്ക് തരണം. ഒന്നാമതായിട്ട് ഈ പുത്രൻ തന്റെ പിതാവിനോട് ആവശ്യപ്പെടുകയാണ്, അപ്പ നിന്റെ സ്വത്തിൽ എനിക്കുള്ള പങ്ക് തരണം. ഇതാണ് അവന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ സെൽഫ്, അതായത് സെൽഫ് വിൽ. സെൽഫ് വിൽ, തന്നിഷ്ടം. നമുക്കറിയാം, എല്ലാ പിതാക്കന്മാരും അവരുടെ മക്കൾക്കുള്ള വീതം കൊടുക്കും. അതിനൊരു സമയമുണ്ട്, അതിനൊരു കാലമുണ്ട്. എന്നാൽ ആ സമയത്തിന് മുമ്പ് തന്നെ, ആ കാലത്തിന് മുമ്പ് തന്നെ അത് ആ പിതാവിനോട് അങ്ങോട്ട് ചോദിക്കുന്ന തന്റെ ഇഷ്ടം, തന്റെ അധിക ഇഷ്ടം അല്ലെങ്കിൽ തന്റെ തന്നിഷ്ടം അത് ആ പിതാവിനോട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പ നിന്റെ സ്വത്തിൽ എനിക്കുള്ള പങ്ക് തരണം. അവൻ ഒന്നാമത് പിതാവിനോട് ചെയ്യുന്ന വലിയ തെറ്റാണത്, തന്നിഷ്ടം കാണിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, എന്റെ ജീവിതത്തിൽ ഞാൻ എത്ര പ്രാവശ്യം എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിൽ തന്നിഷ്ടം കാണിച്ചിട്ടുണ്ട്? എന്നെ സ്നേഹിക്കുന്ന എന്റെ പിതാവ്, എന്നെ കരുതുന്ന എന്റെ സ്വർഗസ്ഥ പിതാവ്, അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നൽകുന്നതിന് മുമ്പ് ഞാൻ ഏതെല്ലാം കാര്യങ്ങളിൽ തന്നിഷ്ടത്തോടുകൂടി അവനോട് സംസാരിച്ചിട്ടുണ്ട്? തന്നിഷ്ടത്തോടുകൂടി അവനോട് ഞാൻ അധികാരങ്ങൾ, എന്റെ അവകാശങ്ങൾ, എന്റെ സ്വത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമതായി, ഈ മനുഷ്യനിൽ, ഈ പുത്രനിൽ, അവനിൽ 13 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: തനിക്കുള്ളതെല്ലാം ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോയി. ആ പുത്രൻ ആ പിതാവിൽ നിന്ന് തനിക്ക് ലഭിക്കുമായിരുന്നത് ഒക്കെയും സ്വീകരിച്ച് അവനിതാ ദൂരദേശത്തേക്ക് പോകുന്നു. അവനിൽ വീണ്ടും ഒരു സെൽഫ് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്, സെൽഫിഷ്നെസ്. രണ്ടാമത്തെ എസ് ആയ സെൽഫിഷ്നെസ് അവനിൽ പ്രവർത്തിക്കുന്നു. അവൻ സ്വാർത്ഥതയുള്ളവനായി തീർന്നു. എന്തെങ്കിലുമൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ പിതാവ് തന്നോട് ചോദിച്ച തന്റെ മകന് മനസ്സറിഞ്ഞ് അവന്റെ വീതം കൊടുത്തു. ആ വീതം അവന്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ, അവൻ അവകാശപ്പെട്ട സ്വത്ത് അവന്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ, ആ പിതാവ് സ്നേഹത്തോടെ നൽകിയതൊക്കെയും അവന്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ, ഇത് എന്റേതാണ്, ഇത് എന്റെ അവകാശമാണ് എന്നുള്ളതായ സ്വാർത്ഥതയോടുകൂടി അവൻ തന്റെ പിതാവിനെ ഉപേക്ഷിച്ച്
തന്നെ കാത്തുപരിപാലിക്കുന്ന തന്റെ പിതാവിനെ ഉപേക്ഷിച്ച്, തന്നെ സ്നേഹിച്ച തന്റെ പിതാവിനെ ഉപേക്ഷിച്ച് ആ മുടിയനായ പുത്രൻ അന്യദേശത്തേക്ക് പോകുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്കും നമ്മുടെ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ലഭിക്കേണ്ടതൊക്കെയും ലഭിച്ചു കഴിയുമ്പോൾ, ചോദിച്ചതായാലും ചോദിച്ചതിലധികമായാലും സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് നൽകി കഴിയുമ്പോൾ, അതിനെ ലഭിച്ചു കഴിയുമ്പോൾ, ഇത് എന്റെ മഹിമയാണ്, ഇതെന്റെ ശ്രേഷ്ഠതയാണ്, ഇതെന്റെ അവകാശമാണ് എന്ന് ചിന്തിച്ച് അന്യദേശത്തേക്ക് പോകുന്ന ഒരു പ്രവണത, അല്ലെങ്കിൽ ഇതൊക്കെയും എന്റേത് മാത്രമാണ് എന്ന് ചിന്തിച്ചിട്ട് പെരുമാറുന്ന ഒരു സ്വാർത്ഥത നമ്മളിൽ കടന്നു വരാറില്ലേ? മൂന്നാമതായി, തന്റെ പിതാവിൽ നിന്ന് തനിക്ക് അവകാശം ലഭിച്ചു, താൻ തന്റെ പിതാവിനെയും തന്റെ പിതൃഭവനത്തെയും ഉപേക്ഷിച്ചു. ഇതാ താൻ അന്യദേശത്തേക്ക് പോകുന്നു. ഇവിടെ മൂന്നാമത്തെ എസ് എന്ന് പറയുന്നത് സെപ്പറേഷൻ. സെപ്പറേഷൻ എന്ന മൂന്നാമത്തെ എസ് ആണ് ആ പുത്രന്റെ ജീവിതത്തിൽ നടക്കുന്നത്. തന്നെ ഒന്നാമത് തനിക്ക് സെൽഫ് വിൽ വന്നു, രണ്ടാമത് സെൽഫിഷ്നെസ്, തന്നിഷ്ടത്തോടുകൂടി തന്റെ പിതാവിനോട് അവകാശത്തെ ചോദിച്ചു, സ്വാർത്ഥതയോടുകൂടി കിട്ടിയതുമൊക്കെയുമായി തന്റെ പിതാവിനെയും തന്റെ പിതൃദേശത്തെയും തന്റെ കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ച്, തന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഉപേക്ഷിച്ച് അവരെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് താനിതാ അന്യദേശത്തേക്ക് പോകുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളും അങ്ങനെ തന്നെയാണ്. ഇന്ന് പല കുടുംബങ്ങളിലും കണ്ടുവരുന്നതും ഇത് തന്നെയാണ്. മക്കളൊക്കെയും വിവാഹപ്രായമായി, വിവാഹമൊക്കെയും കഴിഞ്ഞ് കൂടി വന്നാൽ ഒരു കുഞ്ഞു പിതാവിനെയും തന്റെ പിതൃസ്വത്തും തന്റെ പിതൃവാത്സല്യവും ഉപേക്ഷിച്ച് ഇതാ അന്യദേശത്തേക്ക് പോകുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. ഇതാ അവിടെ ഒരു അകൽച്ച ഉണ്ടാകുന്നു, അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്നു. തന്റെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിയതായ തന്റെ മാതാവിനെയും പിതാവിനെയും അവരുടെ സ്നേഹത്തെയും അവരുടെ വാത്സല്യത്തെയും അവരുടെ കരുതലിനെയും ഒക്കെയും അവിടെ ഒറ്റപ്പെടുത്തിയിട്ടിട്ട്, അതിനൊക്കെയും അവിടെ ആക്കിയിട്ടിട്ട് ഇതാ തങ്ങൾ മാറിപ്പോകുന്നു, തങ്ങൾ മാറി ജീവിക്കുന്നു. തങ്ങൾക്കൊരു മാറ്റം ആവശ്യമുണ്ട്. മാറി ജീവിക്കുമ്പോൾ ഈ ഭവനത്തിൽ ഈ പിതാവിന്റെ ഒക്കെയും സന്നിധിയിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ കൂടുതലായി എന്തോ സ്വസ്ഥതയ്ക്ക് വേണ്ടി, എന്തോ ഒരു സമാധാനം ലഭിക്കും എന്നുള്ള ഒരു അഭിവാഞ്ചയോടുകൂടി മാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണ് ഞാനും നിങ്ങളും. പ്രിയമുള്ളവരെ, ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. ഇവിടെ ഒരു സെപ്പറേഷനാണ് സംഭവിക്കുന്നത്, ഇവിടെ ഒരു അകൽച്ചയാണ് സംഭവിക്കുന്നത്. നാലാമതായി, എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാര് ഇങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇങ്ങനെയൊക്കെയും ചിന്തിക്കുവാൻ ഇടയായി തീരുന്നത്? മറ്റൊന്നുമല്ല, ആ മുടിയനായ പുത്രൻ ചിന്തിച്ചതുപോലെ അവൻ ചിന്തിച്ചു, തനിക്ക് ഇവിടെ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സുഖം ലഭിക്കും, കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കും, കൂടുതൽ ആഡംബരം ലഭിക്കും എന്നുള്ളതായ ഒരു ചിന്ത. അതാണ് നാലാമത്തെ എസ് ആയ സെൻഷ്വാലിറ്റി, ജഡിക സുഖലോലുപത. നാലാമത്തെ എസ് ആയ സെൻഷ്വാലിറ്റി അഥവാ ജഡിക സുഖലോലുപത. 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, അവിടെ ക്രമം കെട്ട ജീവിതം നയിച്ച് അവൻ സ്വത്തുക്കൾ ധൂർത്തടിക്കുന്നു എന്ന്. തന്റെ പിതാവിൽ നിന്ന് തനിക്ക് ലഭിച്ചതൊക്കെയുമായി താനിതാ അന്യദേശത്ത് വന്ന് ജീവിക്കുന്നു. ഇവിടെ തന്റെ പിതാവിന്റെ ഭവനത്തിലെ ജീവിത ക്രമങ്ങളല്ല, ഇവിടെ തന്റെ പിതാവിന്റെ ഭവനത്തിലെ ജീവിതചര്യകളല്ല, ഇവിടെ പുതിയ ലോകമാണ്, ഇവിടെ പുതിയ ലോകത്തിന്റെ ജീവിതചര്യകളാണ്, ഇവിടെ പുതിയ ലോകത്തിന്റെ ലൈഫ് സ്റ്റൈലാണ്. ഇതാ അവിടെ നിന്ന് ലഭിച്ചതൊക്കെയുമായി അവൻ ഇതാ പുതിയ സ്ഥലത്ത് വന്ന് പുതിയ കൂട്ടുകെട്ടുകൾക്കൊപ്പം
പുതിയ ജീവിത സാഹചര്യത്തിൽ ഇതാ തന്റെ കയ്യിലുള്ള സ്വത്തുകൾ വിനിയോഗിച്ച് അവൻ ജീവിക്കുന്നു. അവൻ അറിയുന്നില്ല തന്റെ സ്വത്ത് കുറയുന്നു എന്നത്, തന്റെ സ്വത്ത് ഇല്ലായ്മയാകുന്നു എന്നത് അവൻ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, പിതാവിനോടൊപ്പം ജീവിച്ചപ്പോൾ ലഭിച്ചതായ ഒരു വലിയ സമ്പാദ്യം, ഒരു വലിയ സൗഭാഗ്യം, ആ പിതാവിന്റെ സ്നേഹം, ആ പിതാവിന്റെ വാത്സല്യം, ആ പിതാവിന്റെ കരുതൽ, അതിന്റെ ഒരു അംശവുമായി മാത്രമാണ് ഇന്നിതാ ഇവൻ മാറി താമസിക്കുന്നത്. അവൻ അറിയുന്നില്ല തനിക്കിനി പിതാവിന്റെ വാത്സല്യം ലഭിക്കുകയില്ല, ലഭിച്ചത് ഇതാ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് അവൻ അറിയുന്നില്ല. അവൻ അതൊക്കെ വിട്ടിട്ട് ഈ ലോകത്തിലേക്കാണ് ചിന്തിക്കുന്നത്. അവൻ ഈ പുതിയ ലോകത്തെയാണ് കാണുന്നത്. അവൻ ഈ പുതിയ ലോകത്തിന്റെ ജീവിതക്രമത്തെയാണ് പിന്തുടരുന്നത്. ഇതാ അവനിൽ നിന്നും തന്റെ പിതൃവാത്സല്യം കുറഞ്ഞു വരുന്നു. അവന് തന്റെ പിതൃവാത്സല്യം നഷ്ടമായി വരുന്നു. അഞ്ചാമതായി അവനിൽ സംഭവിക്കുന്ന ഒരു വലിയ കുറവുണ്ടാകുന്നു. അവനിൽ സ്പിരിച്വൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നു. അഞ്ചാമത്തെ എസ് ആയ സ്പിരിച്വൽ ഡിസ്ട്രക്ഷൻ, ആത്മീയ അധപതനം ആ മനുഷ്യനിൽ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ പിതാവിനോടൊപ്പം ആയിരുന്നപ്പോൾ, തന്റെ പിതാവിൻ്റെതായ സാന്നിധ്യതയിൽ ആയിരുന്നപ്പോൾ എല്ലാ ദിവസവും പ്രഭാതത്തിലും സന്ധ്യയിലും പാട്ടുകൾ പാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം തന്റെ പിതാവിനുണ്ടായിരുന്നു. ആ കുടുംബത്തിന് ആ ഒരു ശീലമുണ്ടായിരുന്നു. ഇന്നിതാ പുതിയ ലൈഫ് സ്റ്റൈലിൽ ആയിരിക്കുമ്പോൾ, ഇന്നത്തെ ആധുനിക ജീവിത സംസ്കാരത്തിലായിരിക്കുമ്പോൾ ഉറച്ച് രണ്ടുവരി പാട്ടുകൾ പാടി വേദപുസ്തകത്തിൽ നിന്നും ഒരു വേദഭാഗം വായിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ അവന് സമയം ലഭിക്കുന്നില്ല. അവൻ ആത്മീക അധപതനത്തിൽ ആയിത്തീരുന്നു. 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു: അവൻ ഞെരുക്കത്തിൽ ആയി തുടങ്ങി. തന്റെ പിതാവിൽ നിന്ന് ലഭിച്ചതൊക്കെയും അവനിൽ നിന്ന് ശുഷ്കിച്ചു വരികയാണ്. ആ പിതാവിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ ലഭിച്ച ആത്മീക ശക്തി ആ മനുഷ്യനിൽ ശുഷ്കിച്ചു വരുന്നു. അവൻ ഞെരുക്കത്തിൽ ആയി തുടങ്ങി എന്നാണ് പറയുന്നത്. ആറാമതായിട്ട് കാണുവാൻ കഴിയുന്നു, അവൻ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ, പന്നികൾക്ക് കൊടുക്കുന്ന തീറ്റ കൊണ്ടെങ്കിലും എന്റെ വിശപ്പടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആത്മഗതം ചെയ്യുന്ന ഒരവസ്ഥയിൽ അവൻ എത്തിച്ചേരുകയാണ്. തന്നെത്താൻ താഴ്ത്തുന്ന ഒരവസ്ഥ, സെൽഫ് അബാസ്മെന്റ്. അതാണ് ആറാമത്തെ എസ്, സെൽഫ് അബാസ്മെന്റ്. അവൻ തന്നെ അങ്ങ് താഴ്ത്തുന്ന ഒരവസ്ഥ. അവന് മനസ്സിലായി തുടങ്ങി തന്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു. ഇനി ഇവിടെ ഈ പുതിയ സാഹചര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഉപജീവനത്തിനു വേണ്ടി കണ്ടെത്തണം. ആ പിതാവിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ ഇന്ന് വരെ ഒരു അല്ലലോ അലച്ചിലോ അവൻ അറിഞ്ഞിരുന്നില്ല. ഇതാ അവൻ പുതിയ സ്ഥലത്ത് നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും കണ്ടെത്തേണ്ടെന്ന ഒരു ആവശ്യകത അവനിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഏറ്റവും അവസാനമായി അവൻ എത്തിച്ചേരുന്ന ഒരു വലിയ പ്രതിഭാസത്തിലേക്കാണ് അവൻ എത്തിച്ചേരുന്നത്. ദാരിദ്ര്യം, പട്ടിണി, ദാരിദ്ര്യം എന്നുള്ളതായ സ്റ്റാർവേഷൻ, ഏഴാമത്തെ എസ് ആയ സ്റ്റാർവേഷൻ എന്നുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഈ പുത്രൻ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അവൻ പന്നികൾക്ക് കൊടുക്കുന്ന തവിട് ഭക്ഷിക്കുന്ന ദിവസങ്ങൾ അവന്റെ ജീവിതത്തിൽ ആസന്നമായി തീർന്നു. പ്രിയമുള്ളവരെ, പിതാവിനോടൊപ്പമായിരിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനെ കുറിച്ച് പോലും അവൻ ചിന്തിച്ചിരുന്നില്ല. അവന് യാതൊരു അല്ലലും അലച്ചിലുമില്ലായിരുന്നു. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. ദേവാലയത്തിൽ വരുവാൻ അവസരങ്ങൾ ലഭിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ ആരാധനയിൽ സംബന്ധിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിന്റെ മാഹാത്മ്യം നമ്മൾ അറിയുകയില്ല. എന്നാൽ ജീവിതത്തിൽ ജോലിക്കായും പഠനത്തിനായും മറ്റുമായി അന്യസ്ഥലങ്ങളിൽ പോകുമ്പോൾ, ആരാധന ആലയങ്ങൾക്ക് ദൗർലഭ്യമുണ്ടാകുമ്പോൾ, വൈദികത സേവനം ലഭ്യമല്ലാതെ വരുമ്പോൾ, ആത്മീകമായി ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ, ആത്മീകമായി അധപതനത്തിന്റെ അവസ്ഥയിൽ, ആത്മീകമായുള്ള പട്ടിണിയുടെ അവസ്ഥയിൽ പലപ്പോഴും എത്തിച്ചേരുന്ന അവസ്ഥാവിശേഷം. വിദേശത്തൊക്കെയും പോകുന്ന സഹോദരങ്ങൾ പലപ്പോഴും പറയും, അച്ഛാ, ഞായറാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റാൽ ഒന്ന് കുർബാനയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാലും നടക്കുകയില്ല. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, വീട്ടിലായിരുന്നപ്പോൾ പള്ളി അടുത്തില്ലായിരുന്നോ?
എത്ര പ്രാവശ്യം ആ അവസരം നിഷേധിച്ചു? എത്ര പ്രാവശ്യം അവസരങ്ങളുടെ മുമ്പിൽ തലകുനിച്ചിരുന്നു? എത്ര പ്രാവശ്യം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിന് മടി കാണിച്ചിരുന്നു? ഇതാണ് ഈ ലോകത്തിന്റെ ഗതി. ലഭിക്കുമ്പോൾ അതിന്റെ മാഹാത്മ്യം അറിയുകയില്ല, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയുകയില്ല എന്ന് പഴമക്കാർ പറയും. ലഭിക്കുന്ന അവസരങ്ങൾ, തന്റെ പിതാവിന്റെ കുടുംബത്തിൽ താൻ താമസിച്ചപ്പോൾ അവന് ലഭിച്ചിരുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് ആ മനുഷ്യന് ഒരു ബോധവുമില്ലായിരുന്നു. ലഭിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, ലഭിക്കുന്ന പിതൃവാത്സല്യത്തെക്കുറിച്ച് അവൻ ഒരു ബോധവുമില്ലായിരുന്നു. ഇന്നിതാ അവൻ തന്നിഷ്ടം കാണിച്ച് സ്വാർത്ഥതയിൽ പെരുമാറി അകൽച്ചയിൽ അനുഭവത്തിലൂടെ ഇവനിതാ ആത്മീയ അധപതനത്തിൽ തന്നെത്താൻ താഴ്ത്തപ്പെടുന്ന അവസ്ഥയിൽ ഇതാ അവൻ പട്ടിണിയിൽ നിൽക്കുന്നു. പ്രിയമുള്ളവരെ, അവനിതാ തന്റെ പിതാവിൽ നിന്ന് ഒരുപാട് അകലത്തിൽ പോയിരിക്കുന്നു. 7 എസ്സുകൾ കൊണ്ട് അവന്റെ ജീവിതം ആ പിതാവിൽ നിന്ന് ഒരുപാട് അകലെയായെങ്കിൽ ഇതാ അവന് തിരിച്ചു വരുവാൻ ഒരവസരം ലഭിക്കുകയാണ്. 7 എസ്സുകൾക്ക് ശേഷം അവനിതാ മറ്റൊരു 7 പടവുകൾ കടന്ന് അവൻ ആ പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. 7 എസ്സുകളാകുന്ന പടവുകൾ താഴോട്ടിറങ്ങി അവൻ ആ പിതാവിൽ നിന്ന് അകലെ പോയിരുന്നു എങ്കിൽ ഇതാ അവൻ മറിച്ച് വീണ്ടും 7 പടവുകൾ കയറി ആ പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നു. ഒന്നാമതായി അവന് ബോധ്യമുണ്ടാകുന്നു. താൻ നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആ പുത്രന് ബോധ്യമുണ്ടാകുന്നു. അവന് തന്റെ അവസ്ഥയെക്കുറിച്ച് സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഒന്നാമത്തെ ആറായ റിയലൈസേഷൻ 15 ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാം വാക്യത്തിൽ അവൻ അപ്പോൾ സുബോധമുണ്ടായി എന്ന് കാണപ്പെടുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്കില്ലാതെ പോകുന്ന ഒന്നാണ് സുബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ ആയിത്തീരുകയാണ്. ആ സുബോധത്തെ വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നില്ല. ജീവിതത്തിൽ പ്രയാസവും പട്ടിണിയും വരുമ്പോൾ പലപ്പോഴും എല്ലാവരും പറയും, മദ്യപിക്കുന്ന ആളുകളോട് ചോദിക്കും, എന്തിനാണ് മദ്യപിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയും, കുറച്ചു സമയമെങ്കിലും ഈ ലോകത്തിന്റെ വേദനയും പ്രയാസവും ഒന്നുമില്ലാതെ ഒരു അബോധാവസ്ഥയിലായിരിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും മദ്യപിക്കുന്നത്, അല്ലാതെ മദ്യപിക്കാൻ വലിയ ആഗ്രഹമുണ്ടായിട്ടല്ലെന്ന് പറയും. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുന്നവരോട് ചോദിച്ചാൽ അവർ പറയും, അബോധാവസ്ഥയിലാകുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഭൂതി അതിന്റെ സുബോധത്തെക്കാൾ കൂടുതലായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയും. പ്രിയമുള്ളവരെ, സുബോധത്തെ ആഗ്രഹിക്കാത്ത ഒരു തലമുറ, അബോധാവസ്ഥയിൽ നിറഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഇതാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നാൽ ഈ പുത്രൻ അവൻ പറയുന്നു, അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ മനസ്സിലാക്കുകയാണ്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഇതാ ഞാൻ ഇവിടെ പന്നികൾക്ക് കൊടുക്കുന്ന തവിട് കൊണ്ട് എന്റെ വിശപ്പടക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അവിടുത്തെ ശുശ്രൂഷകർ അവർ ഭക്ഷിച്ച് മിച്ചം വരുത്തുന്നത് എത്രയധികം. ഇവിടെ ഞാൻ ആയിരിക്കുന്നതോ പട്ടിണിയുടെ അവസ്ഥയിൽ. അവന് സുബോധമുണ്ടാകുന്നു, തന്റെ പിതാവിന്റെ ഭവനമാണ് ശ്രേഷ്ഠമായത് എന്നുള്ള സുബോധം അവനുണ്ടാകുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി അവൻ ഒരു ദൃഢനിശ്ചയം എടുക്കുന്നു. അവൻ രണ്ടാമത്തെ പടവിലേക്ക് കയറുന്നു. ആ രണ്ടാമത്തെ പടവ്, രണ്ടാമത്തെ 6 റെസല്യൂഷൻ എന്നുള്ളതാണ്. അവൻ രണ്ടാമത്തെ പടവിലേക്ക് കയറുന്നു. അവനൊരു ദൃഢനിശ്ചയം എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പുറപ്പെട്ട് എന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലും. ഞാൻ ഈ ദേശത്തു നിന്ന് ഞാൻ തിരിച്ചു പോകും. ഞാൻ പുറപ്പെട്ട് എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൽ പറയുന്നതും അത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെ ന്യായപ്രമാണം അനുസരിച്ചിട്ടില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ തിരിഞ്ഞ് എന്റെ അടുക്കലേക്ക് വരുവേ.
ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും വരും എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇതാ ഈ പുത്രൻ തന്റെ പിതാവിനെ ഉപേക്ഷിച്ച് അന്യദേശത്ത് പോയിരുന്നു. ഇപ്പോൾ ഇതാ ഇവൻ തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു. അവനൊരു ദൃഢനിശ്ചയം എടുക്കുകയാണ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകും എന്ന്. മൂന്നാമതായി, ഇതാ താൻ അകലത്തിലായിരിക്കുന്നു. തനിക്ക് തന്റെ പിതാവിന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ ഇതാ അവൻ മൂന്നാമത്തെ പടവിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അനുതാപത്തിന്റെ പടവ്, റിപ്പൻഡൻസ്. മൂന്നാമത്തെ ആറായ റിപ്പൻഡൻസ് ഇന്ന് നമുക്കില്ലാതെ പോകുന്നതും ഇതുതന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, വലിയ നോമ്പിന്റെ ദിവസങ്ങളിൽ കുമ്പസാരത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും പല യൗവനക്കാരും ചോദിച്ചു, ഇതൊക്കെയും ജീവിതത്തിൽ സ്വാഭാവികമല്ലേ? ഇതൊക്കെ ഒരു തെറ്റാണോ? ഇതൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വന്നു പോകുന്ന ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ എന്ന് ചോദിക്കുന്നു. തെറ്റിനെ കുറിച്ച് ബോധമില്ലാത്ത, തെറ്റുകളിൽ അനുതാപമില്ലാത്ത ഒരു പുതിയ തലമുറ, ഒരു പുതിയ കാലഘട്ടത്തിൽ ആണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആർക്കും അവരവരുടെ തെറ്റുകളെ കുറിച്ച് ബോധ്യമില്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആർക്കും നാണമില്ല. തെറ്റ് ചെയ്യുമ്പോൾ അവരവർക്ക് ഒരു നാണമുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതായ ഒരു നാണമുണ്ടായിരുന്നു. ഇന്ന് നാണമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത്. അല്പവസ്ത്രം ധരിച്ച് ദേവാലയത്തിൽ വരുന്ന ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ പറയും, ഇറ്റ്സ് യൂഷ്വൽ, ഇറ്റ്സ് യൂഷ്വൽ. അതായത് താൻ ഈ ചെയ്യുന്നത് ഒരു തെറ്റാണ്, അല്ലെങ്കിൽ ഇത് നാണിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് എന്നുള്ള ഒരു ബോധമില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് അവരല്ല അതിന് കുറ്റക്കാര്. അവരെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളാണ്, അവരെ വളർത്തി വലുതാക്കുന്ന അമ്മയപ്പന്മാരാണ് എന്നുള്ളത് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർ കാണുന്നതും കേൾക്കുന്നതും വളരുന്നതും അവർക്ക് ചുറ്റുമുള്ള ലോകത്തിലാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതലായി അവരെ സ്വാധീനിക്കുവാൻ കഴിയുന്ന, അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവരുടെ വ്യക്തിത്വങ്ങൾക്ക് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന നിങ്ങൾ മാതാപിതാക്കന്മാർ, നിങ്ങൾക്ക് ആദ്യം തെറ്റുകളെ കുറിച്ച് ബോധ്യമുണ്ടാകണം. തന്റെ മക്കൾ ചെയ്യുന്ന ചെറുതും വലുതുമാകുന്ന ഓരോ തെറ്റുകളെ കുറിച്ചും, നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റുകളെ കുറിച്ചും നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. ഞാൻ ചെയ്യുന്ന എന്റെ തെറ്റിനെ കുറിച്ച്, എനിക്ക് വന്നു പോകുന്ന എന്റെ വീഴ്ചയെ കുറിച്ച് എനിക്ക് ബോധമുണ്ടാകണം. എങ്കിൽ എനിക്ക് നിങ്ങളുടെ സന്നിധിയിൽ നിൽക്കുവാൻ നാണം തോന്നും. എനിക്ക് നിങ്ങളുടെ സന്നിധിയിൽ നിൽക്കുവാൻ നാണം തോന്നുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ അനുതപിക്കും. ഞാൻ എന്റെ തെറ്റുകളെ കുറിച്ച് എന്റെ ദൈവത്തോട് ഏറ്റുപറയും. ആദ്യം ഇല്ലാതെ പോകുന്നത് ഉണ്ടാക്കിയെടുക്കണം. അനുതാപത്തിലേക്ക് കടന്നു വരണമെങ്കിൽ തെറ്റുകളെ കുറിച്ച് ബോധ്യമുണ്ടാകണം. ചെയ്യുന്ന തെറ്റ്, അതിനെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. ഈ മുടിയനായ പുത്രൻ അവൻ മനസ്സിലാക്കി താൻ ചെയ്തത് തെറ്റായിപ്പോയി. ഒരിക്കലും താൻ തന്റെ പിതാവിനോട് തന്റെ പിതൃസ്വത്ത് ചോദിക്കേണ്ടിയിരുന്നില്ല. കാരണം അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എനിക്ക് തരുവാനുള്ളത് തരും. അത് സമയത്തിന് മുമ്പേ ചോദിച്ചത് തെറ്റായിപ്പോയി എന്നവൻ മനസ്സിലാക്കുകയാണ്. തന്റെ പിതാവിനെ ഉപേക്ഷിച്ച്, തന്റെ പിതൃകുടുംബത്തെ ഉപേക്ഷിച്ച് താൻ ഈ പുതിയ ലോകത്തിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക്, പുതിയ ജീവിതചര്യയിലേക്ക് വന്നത് തെറ്റായിപ്പോയി എന്ന് ആ പുത്രന് തോന്നുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, തെറ്റുകൾ ബോധ്യമാകുമ്പോൾ അവൻ അതിൽ അനുതപിക്കുന്നു. മൂന്നാമത്തെ ആറായ റിപ്പൻഡൻസ്. നാലാമത്തെ പടവ്, ആ പിതാവിന്റെ സന്നിധിയിലേക്ക് അവനെ അടുപ്പിക്കുന്ന നാലാമത്തെ പടവെന്ന് പറയുന്നത് തിരിച്ചുവരവാണ്. അവൻ അനുതപിച്ച് തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അങ്ങനെ അവൻ എഴുന്നേറ്റ് തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി. അവൻ എഴുന്നേറ്റ് തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകുകയാണ്. താൻ ഇരുന്നിരുന്ന, താൻ ജീവിച്ചിരുന്ന
താൻ സ്വന്തമായി കണ്ടെത്തിയിരുന്നതായ തന്റെ ഈ ദേശം, തന്റെ ഈ പുതിയ ജീവിത സാഹചര്യം, തന്റെ ഈ പുതിയ ജീവിത സംസ്കാരം, അത് തനിക്ക് ചേർന്നതല്ല, തനിക്ക് നഷ്ടം മാത്രമേ വരുത്തുന്നുള്ളൂ. തന്നെ തന്റെ പിതാവിൽ നിന്ന് അന്യനാക്കി തീർത്തു. ഇതാ താൻ ഒന്നുമല്ലാത്തവനായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ പുത്രൻ തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നു. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുക്കിലേക്ക് പോയി. അഞ്ചാമതായിട്ട് റീകൺസിലേഷൻ അഥവാ ഒരു ഒത്തുതീർപ്പാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. മലാക്കി പ്രവചനത്തിൽ പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാം. ഈ പുത്രനെ ദൂരെ നിന്ന് കാണുമ്പോൾ, തന്നെ ഉപേക്ഷിച്ചു പോയതായ തന്റെ പുത്രനെ കാത്തിരുന്ന പിതാവ് അവനെ ദൂരേക്ക് കാണുമ്പോൾ അവന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്നു. അവിടെ ഒരു ഒത്തുതീർപ്പ് നടക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് പലപ്പോഴും പല കുടുംബ പ്രശ്നങ്ങളിലേക്കും കടന്നു ചെന്നാൽ ഒന്നുമില്ല, ഉള്ളി പൊളിച്ചു വരുമ്പോൾ അതിന് കാമ്പില്ല, അത് വന്നു പോകുന്ന അവസ്ഥ പോലെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ഒന്നുമില്ല, ഒരു വിട്ടുവീഴ്ചയുടെ കുറവ് മാത്രം, അല്ലെങ്കിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രശ്നം മാത്രമാണ് പല കുടുംബ പ്രശ്നങ്ങളിലും. ബൃഹത്തായി നീറിപ്പുകയുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ അവിടെ ഒന്നുമില്ല. ആരെങ്കിലും ഒരാൾ ഒരു വിട്ടുവീഴ്ച കാണിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. താൻ തന്റെ മക്കൾക്ക് വേണ്ടി കരുതി സ്വരൂപിച്ച് സമ്പാദ്യമൊക്കെയും ചോദിച്ചു വാങ്ങിച്ച് അന്യദേശത്ത് പോയി അവിടെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലായി തീർന്നു. കൊണ്ടുപോയതെല്ലാം നഷ്ടപ്പെടുത്തി. ഇതാ അവൻ വെറും കൈയോടെ തിരിച്ചു വരുന്നു. അവൻ തന്റെ സ്വത്തുക്കൾ മാത്രമല്ല നഷ്ടപ്പെടുത്തിയുള്ളൂ, തന്റെ മകന് നഷ്ടമൊന്നും വന്നില്ലല്ലോ. ഇതാ അവൻ തിരിച്ചു വരുന്നല്ലോ എന്ന് മനസ്സിലാക്കി അവനെ സ്വീകരിക്കുന്ന ഒരു വലിയ മനസ്സുള്ള ആ പിതാവ്, അവനെ സ്വീകരിക്കുവാൻ വേണ്ടി ആഗ്രഹത്തോടുകൂടി ഓടിച്ചെല്ലുന്ന ആ പിതാവ്. പ്രിയമുള്ളവരെ, ഇന്ന് ഒത്തുതീർപ്പുകൾ ഇല്ലാത്ത ഒരു കാലഘട്ടം, ഒത്തുതീർപ്പും വിട്ടുവീഴ്ചയും ഇല്ലാത്തതിന്റെ കുറവ് മൂലം വലിയ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നീറിപ്പോകുന്ന മനുഷ്യ ജീവിതം. അവസാനമായി ഈ പിതാവ് അവന് പുതിയ വസ്ത്രങ്ങൾ നൽകുന്നു. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം സാക്ഷീകരിക്കുന്നു, അവന് ഏറ്റവും നല്ല മേലങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവാൻ ആ പിതാവ് തന്റെ ശുശ്രൂഷകരോട് ആവശ്യപ്പെടുന്നു. ആറാമത്തെ ആറായ റീക്ലോത്തിങ്, അവനെ പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു. റീക്ലോത്തിങ്. ഏഴാമതായി അവനു വേണ്ടി ആ പിതാവ് ഒരു വലിയ വിരുന്നൊരുക്കുകയാണ് ചെയ്യുന്നത്. തന്റെ മകൻ തന്നിൽ നിന്ന് അകന്നു പോയിരുന്നു, ഇതാ അവൻ അടുത്തു വന്നിരിക്കുന്നു. അവൻ അനുതപിച്ചു, അവൻ മനസ്സിലാക്കി തന്റെ പിതാവിന്റെ ഭവനമാണ് ശ്രേഷ്ഠമായത്, തന്റെ പിതാവിന്റെ സന്നിധിയാണ് തനിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കി അവൻ തന്റെ പുതിയ ജീവിത സംസ്കാരമൊക്കെയും ഉപേക്ഷിച്ച് ഇതാ തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് അവൻ തിരിച്ചു വന്നു. ആ പിതാവ് അവനെ സ്വീകരിച്ചു. അവനെ കാലുകൾക്ക് പുതിയ ചെരുപ്പ് നൽകി, അവന്റെ വിരലുകൾക്ക് പുതിയ മോതിരം നൽകി, അവനെ പുതിയ വസ്ത്രം ധരിപ്പിച്ചു, അവനെ സ്വീകരിക്കുന്നു. ഇതാ അവനു വേണ്ടി ഒരു വലിയ വിരുന്നൊരുക്കുന്നു, ആഹ്ലാദിക്കുന്നു. അവനോട് ചേർന്ന് ആ പിതാവും ആ പിതൃകുടുംബവും ആഹ്ലാദിക്കുന്നു. ഏഴാമത്തെ ആറായ റിജോയിസിംഗ്, ഏഴാമത്തെ ആറിലേക്ക് അവൻ എത്തിച്ചേർന്നിരിക്കുന്നു. റിജോയിസിംഗ്. തന്റെ പിതാവ് ഇവിടെ നിൽക്കുമ്പോൾ ആ പിതാവിൽ നിന്ന് 7 പടവുകൾ താണ്ടി, തന്നിഷ്ടത്തിന്റെ 7 പടവുകൾ താണ്ടി അവൻ പിതാവിൽ നിന്ന് അകന്നു പോയിരുന്നു. ഇതാ അവൻ മനസ്സിലാക്കി തിരിച്ച് 7 പടവുകൾ താണ്ടി അവൻ തന്റെ പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. ആ പിതാവ് അവനെ സ്വീകരിച്ചു. അവന്റെ കാലുകൾക്ക് ചെരുപ്പ് നൽകി, അവന് പുതിയ വസ്ത്രം നൽകി, അവന്റെ കൈകൾക്ക് മോതിരം നൽകി, അവനെ സ്വീകരിച്ചു. തടിച്ച കൊഴുത്ത ആട്ടിൻകുട്ടിയെ അറുത്ത് വിരുന്നൊരുക്കി അവന്റെ തിരിച്ചുവരവിൽ ആ പിതാവും ആ പിതൃഭവനവും ആനന്ദിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ ഭാഗത്തിന് വേദപുസ്തകം നൽകുന്ന ശീർഷകം, ഈ വേദഭാഗത്തിന് വേദപുസ്തകം നൽകുന്ന തലക്കെട്ട് ഇപ്രകാരമാണ്: നഷ്ടപ്പെട്ടു പോയ മകന്റെ ഉപമ എന്നാണ്. എന്നാൽ
നമുക്ക് ഇത് ഒരർത്ഥത്തിൽ മാറ്റി ചിന്തിക്കാം. ഇത് സ്നേഹനിധിയായ പിതാവിന്റെ സ്നേഹവാത്സല്യത്തിന്റെ കഥ എന്ന് നമുക്ക് പറയാം. നഷ്ടപ്പെട്ടു പോയ തന്റെ മകനെ തിരിച്ചെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ച് അവനെ തിരിച്ചു സ്വീകരിക്കുന്ന സ്നേഹനിധിയായ ഒരു വലിയ പിതാവിന്റെ അനുഭവ കഥയാണ് ഈ വേദഭാഗം നമുക്ക് കാണിച്ചു തരുന്നത്. ഞാനും നിങ്ങളും നമ്മെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ചിന്ത കൊണ്ട്, വചനം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ നോട്ടത്തിൽ, വിചാരത്തിലൊക്കെയും അവന്റെ സന്നിധി വിട്ട് നമ്മൾ അകന്നു മാറിപ്പോയി. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങി പലപ്പോഴും നമ്മൾ തന്റെ സ്വർഗസ്ഥ പിതാവിനെ ഉപേക്ഷിച്ച് അകന്നുപോയി. നമ്മൾ തിരിച്ചു വന്നാൽ നമ്മളെ സ്വീകരിക്കുന്ന പിതാവുണ്ട്. ആ കുഷ്ഠരോഗിയായ മനുഷ്യൻ തന്നെ സ്നേഹിക്കുന്ന തന്റെ ഭാര്യ തന്റെ മതിൽക്കെട്ടിന് പുറത്ത് കാത്തു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി ആ സന്നിധി ബോധം അവന് ഉത്സാഹം നൽകിയതുപോലെ എന്നെ കേൾക്കുന്ന കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാം, നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. ആ പിതാവിന്റെ സന്നിധിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവൻ നമുക്ക് പുതിയ വസ്ത്രം നൽകും. പുതിയ വസ്ത്രം എന്നത് അംഗീകാരത്തിന്റെ ചിഹ്നമാണ്. അംഗീകാരത്തിന്റെ ചിഹ്നമായിട്ടാണ് പുതിയ വസ്ത്രങ്ങൾ നൽകുന്നത്. ഒരു രാജാവ് മറ്റൊരു രാജാവിന്റെ അടുക്കിലേക്ക് വന്നാൽ അവന് പുതിയ വസ്ത്രം നൽകിയെങ്കിൽ ആ രാജാവിനെ മറ്റു രാജാവ് അംഗീകരിച്ചു എന്നുള്ളതാണ് അതിന് അർത്ഥം. രണ്ടാമത് അവന് മോതിരം നൽകിയത് അവന് അധികാരം നൽകുകയാണ് ചെയ്യുന്നത്. രാജകുമാരന്മാർ രാജാവായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ അവന് മുദ്രമോതിരം അണിയിച്ചാണ് അവർക്ക് അധികാരം കൈമാറുന്നത്. ഈ പിതാവ് തന്റെ പുത്രൻ തന്നിൽ നിന്ന് അകന്നു പോയിരുന്നു. തന്റെ പുത്രൻ തന്നിൽ നിന്ന് ദൂരെയായിരുന്നു. അവൻ തന്റെ സർവ്വതും നശിപ്പിച്ച് ഇന്ന് തിരിച്ചു വരുന്നു. പക്ഷെങ്കിൽ അവനോട് വൈരാഗ്യമില്ല, അവനോട് വിദ്വേഷമില്ല. അവനെ സ്വീകരിക്കുന്നു. അവന്റെ വിരലുകൾക്ക് അധികാരചിഹ്നമായ മോതിരം നൽകുന്നു. അവന്റെ കാലുകൾക്ക് ചെരുപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. ഈ പുത്രൻ കടന്നു വരുമ്പോൾ അവൻ തന്റെ പിതാവിനോട് ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്: അബ്ബാ പിതാവേ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുവനായി മാത്രം നീ എന്നെ കരുതിയാൽ മതി. നിന്റെ കൂലിക്കാരിൽ ഒരുവനായി മാത്രം നീ എന്നെ കരുതിയാൽ മതി എന്ന് ആവശ്യപ്പെടുന്ന ഈ പുത്രനോട് പിതാവ് അപ്രകാരമല്ല പെരുമാറുന്നത്. അവനെ ഒരു ദാസനായിട്ടല്ല ആ പിതാവ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ കാലുകൾക്ക് ചെരുപ്പ് നൽകുന്നത്. യഹൂദ പാരമ്പര്യത്തിൽ ഇന്നും നിലനിൽക്കുന്ന സമ്പ്രദായമാണ് അടിമകൾ, ദാസന്മാർ ചെരുപ്പ് ഉപയോഗിക്കാറില്ല. അവർ ചെരുപ്പിടുവാൻ പാടില്ല. അതാണ് അവരെ തിരിച്ചറിയിക്കുന്നത്. വസ്ത്രത്തിലോ ആഭരണത്തിലോ അല്ല, മറിച്ച് കാലിൽ ചെരുപ്പുണ്ടെങ്കിൽ ഇവൻ യജമാനനാണ്, കാലിൽ ചെരുപ്പില്ലെങ്കിൽ ഇവൻ ദാസനാണ്. അവനെ ദാസനായിട്ടല്ല ആ പിതാവ് സ്വീകരിക്കുന്നത്, മറിച്ച് അവന്റെ കാലുകൾക്ക് ചെരുപ്പ് നൽകി അവനെ യജമാനനായിട്ടാണ് ആ പിതാവ് സ്വീകരിക്കുന്നത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും പിതാവ് സ്വീകരിക്കുന്നത് ഏതു തരത്തിലാണ്? നമ്മളിൽ ആയിരിക്കുന്ന പാപത്തിന്റെ പഴയ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞ് അനുതാപത്തിന്റെ കൂദാശയിലൂടെ പുതുക്കത്തിന്റെയും നന്മയുടെയും പുതിയ വസ്ത്രങ്ങൾ നമുക്ക് നൽകി ആ പിതാവ് നമ്മളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ പിതാവ് നമ്മുടെ കാലുകൾക്ക് ചെരുപ്പ് നൽകി നമ്മളെ തന്റെ പുത്രനായിട്ട്, സ്വർഗസ്ഥനായ പിതാവിന്റെ പുത്രനായിട്ട് നമ്മളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. മാലാഖമാർക്ക് പോലും അനുഭവിക്കുവാൻ സാധിച്ചിട്ടില്ലാത്തതായ അവന്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് നൽകി അവൻ നമ്മെ അവന്റെ പുത്രത്വത്തിലേക്ക് നമ്മളെ വിളിച്ചെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവൻ നമ്മളിലേക്ക് കടന്നു വന്ന് തന്റെ പരിശുദ്ധ റൂഹായെ നമ്മളിലേക്ക് അയച്ചു തന്ന് നമുക്ക് പുതിയ സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യം നൽകിയപ്പോൾ ആദ്യ മാതാപിതാക്കൾക്ക് പറ്റിയതുപോലെ വീഴ്ച പറ്റാതെ നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇതാ തന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന തന്റെ പിതാവ് തന്റെ പുത്രന് വേണ്ടി ആ പിതാവ് വിരുന്നൊരുക്കുന്നു. നമ്മളൊക്കെയും അനേക വിരുന്നുകളിൽ സംബന്ധിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നോമ്പ് കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ അനേക വിരുന്നുകൾ നമ്മൾ സംബന്ധിക്കാറുണ്ട്. നമുക്ക് ചുറ്റുമുള്ള വിരുന്നുകളൊക്കെയും എങ്ങനെയാണ്?
ഈ ഒരു ചെറിയ ചിന്ത കൂടി നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊള്ളാം. ഞാനും നിങ്ങളും അനേക വിരുന്നുകളിൽ പങ്കെടുക്കുന്നവരാണല്ലോ. ഇന്ന് വിരുന്നുകൾ സർവ്വസാധാരണമായി തീർന്നിരിക്കുകയാണ്. യുവജനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, വല്യപ്പച്ചൻ മരിച്ചാലും വല്യമ്മച്ചി മരിച്ചാലും ചേട്ടൻ ഗൾഫിൽ പോയാലും അനിയൻ ഗൾഫിൽ നിന്ന് വന്നാലും എന്തിനും ഏതിനും ട്രീറ്റുകളുടെ ഒരു കാലഘട്ടമാണ്. പരീക്ഷയിൽ വിജയിച്ചാലും പരീക്ഷയിൽ തോറ്റാലും അവിടെയും ട്രീറ്റ് നൽകുന്ന, അവിടെയും വിരുന്ന് നൽകുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. അത് പോട്ടെ, മറിച്ചൊന്ന് ചിന്തിച്ചാലോ, ഇന്ന് വിരുന്നുകൾക്ക് നമ്മൾ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? പണ്ട് കാലത്ത് വിരുന്ന് ഭവനം എന്നാൽ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭം, ആ സ്നേഹം പങ്കിടുന്ന ഒരു സന്ദർഭം. ഒരു വിരുന്ന് ഭവനത്തിൽ വെച്ചാണ് എല്ലാവരും ഒരുമിച്ച് കാണുന്നത്. അന്നമ്മ ചെന്ന് പെണ്ണമ്മയോട് ചോദിക്കും, എടി അന്നമ്മേ എന്തുണ്ട് വിശേഷം? അല്ലെങ്കിൽ എടി പെണ്ണമ്മേ എന്തുണ്ട് വിശേഷം? നിന്റെ കെട്ടിയവനും മക്കളുമൊക്കെ സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് മാറി. രായ്ക്ക് രാമാനം എല്ലാ സമയത്തും മെസ്സേജും മെയിലും അതുപോരാഞ്ഞ് ചാറ്റും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. എല്ലാവരെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാവരോടും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോഴപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിരുന്നുകളൊക്കെയും മാറിപ്പോയി. പണ്ടത്തെ വിരുന്നുകളിൽ വെച്ച് കാണുമ്പോൾ അവിടെ ഒരു സ്നേഹം നിറഞ്ഞിരുന്നു എങ്കിൽ ഇന്നത്തെ വിരുന്നുകളൊക്കെയും ആഡംബരത്തിന്റെ, ആഭിജാത്യത്തിന്റെ പ്രതീകമെന്ന് ചിന്തിക്കുന്ന നിലയിൽ വിരുന്നുകൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ തങ്ങളുടെ പുതിയ സാരി അല്ലെങ്കിൽ പുതിയ ആഭരണങ്ങൾ, പുതിയ മോഡലുകൾ, അതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് പ്രദർശിപ്പിക്കുന്നതിന് മാത്രമായിട്ട് ഉള്ള അവസരമായി ഇന്നത്തെ വിരുന്നുകൾ ശുഷ്കിച്ചു പോയിരിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ ഭാഷയിലാണെങ്കിൽ ഇന്നത്തെ വിരുന്നുകൾ ആത്മാവില്ലാത്ത വിരുന്നുകൾ എന്ന് ഞാൻ പറയും. കാരണം അന്ന് വിരുന്നുകൾക്ക് പോകുമ്പോൾ അവിടെ ആത്മാർത്ഥമായ ഒരു ചിരി നൽകുവാൻ, ഒരു പുഞ്ചിരി നൽകുവാൻ, ആത്മാർത്ഥമായി ഒരു വാക്ക് തന്റെ സഹോദരങ്ങളെ കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ആത്മാർത്ഥതയില്ല. ഇന്ന് ആത്മാർത്ഥതയില്ലാതെ ശുഷ്കിച്ചു പോയ വിരുന്നുകളിൽ സംബന്ധിക്കുന്ന വ്യക്തികളാണ് ഞാനും നിങ്ങളും. പ്രിയമുള്ളവരെ, ആ മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി വിരുന്നൊരുക്കുന്ന പിതാവ്, ആ വിരുന്നൊരുക്കുന്ന പിതാവിന്റെ സന്നിധിയിൽ അവിടെ ആ പിതാവിനോട് തന്റെ മൂത്ത പുത്രൻ ഒരു പരാതി പറയുന്നുണ്ട്. ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു, ഈ കഴിഞ്ഞ കാലം അത്രയും ഞാൻ നിന്റെ സേവ ചെയ്തു, നിന്നെ അനുസരിച്ചു, നിന്റെ വയലിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. പക്ഷെങ്കിൽ എനിക്കെന്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു വിരുന്ന് നടത്തുവാൻ നീ എനിക്ക് അവസരം നൽകിയില്ല. അവിടെ ഒരു പരാതി, അവിടെ ഒരു പിറുപിറുപ്പിന്റെ ശബ്ദമാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. എന്നാൽ ആ പിതാവ് അവനെ സമന്വയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമതായി ആ തന്റെ ഇളയ പുത്രൻ ദൂരെ നിന്ന് വന്നപ്പോൾ അവന്റെ സന്നിധിയിലേക്ക് ആ പിതാവ് ഇറങ്ങിച്ചെന്നു, അവനെ സ്വീകരിച്ചു കൊണ്ടുവന്നു. ഇതാ അതിനുശേഷം തന്റെ മൂത്ത പുത്രൻ ഭവനത്തിന് പുറത്തു വന്ന് നിൽക്കുന്നു. ഈ പിതാവ് അവിടേക്കും ഇറങ്ങിച്ചെന്ന് അവനെ സ്വീകരിക്കുകയാണ്, അവനെ വിളിച്ചു കൊണ്ടുവരികയാണ്, അവനെ സമന്വയിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എല്ലാ തരത്തിലും ഒരു തിരിച്ചുവരവിന്റെ രംഗമാണ് ഈ ഒരു വേദഭാഗം നമുക്ക് കാണിച്ചു തരുന്നത്. എന്നിട്ട് ആ പിതാവ് ആ ഭവനത്തിൽ വിരുന്നൊരുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് വിരുന്നുകൾ അധികമായിരിക്കുമ്പോൾ, ഇന്ന് വിരുന്നുകൾ മുമ്പിലും പുറകിലും ഇടതും വലതും വിരുന്നുകൾ കൊണ്ട് നിറയുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ചില സംഗതികളുണ്ട്. യഹൂദ പാരമ്പര്യത്തിൽ വിരുന്നുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. യേശു തമ്പുരാൻ അനേക വിരുന്നുകളിൽ സംബന്ധിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ പരീശനായ ശീമോന്റെ ഭവനത്തിൽ യേശു തമ്പുരാൻ വിരുന്നിനിരുന്നതായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. രണ്ടാമതായിട്ട്
ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ. പെസഹായ്ക്ക് മുമ്പ് ബഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിൽ യേശു തമ്പുരാൻ വിരുന്നിനിരിക്കുന്ന ഒരു സാഹചര്യം. മൂന്നാമതായി, കുഷ്ഠരോഗത്തിൽ നിന്നും സൗഖ്യം കൊടുത്ത ശീമോന്റെ ഭവനത്തിൽ യേശു തമ്പുരാൻ വിരുന്നിനിരിക്കുന്നു. ഈ വിരുന്നുകളൊക്കെയും നമുക്ക് വളരെ ലളിതമായിട്ട് ഒന്ന് ചിന്തിക്കാം. ഈ വിരുന്നുകളിലൊക്കെയും പൊതുവായിട്ട് കാണുന്ന ഒരു സംഗതിയുണ്ട്. ഇവിടൊക്കെയും ഈ ഭവനത്തിൽ അതിഥിയായിട്ട് വരുന്നത് യേശു തമ്പുരാനാണ്. യേശു തമ്പുരാൻ അതിഥിയായിരിക്കുന്ന വിരുന്നുകളാണ് ഈ പ്രസ്താവിച്ച 3 വിരുന്നുകളും. 1 പരീശനായ ശീമോന്റെ ഭവനത്തിലെ വിരുന്ന്, 2 ബഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിലെ വിരുന്ന്, 3 കുഷ്ഠരോഗത്തിൽ നിന്നും താൻ സൗഖ്യം നൽകിയവനായ ശീമോന്റെ ഭവനത്തിലെ വിരുന്ന്. ഈ 3 വിരുന്നുകൾക്കും പൊതുവായിട്ടുള്ള ഒരു പ്രാധാന്യം ഇതാണ്. ഈ 3 ഭവനങ്ങളിലെയും അതിഥിയായിരിക്കുന്നത് യേശു തമ്പുരാനാണ്. ഇന്നത്തെ നമ്മുടെ വിരുന്നുകളൊക്കെയും യേശു തമ്പുരാൻ ഇല്ലാത്ത ഒരു വിരുന്നായി പോയിട്ടുണ്ട്. യേശു തമ്പുരാന്റെ സാന്നിധ്യമില്ലാത്ത വിരുന്നുകളായി തീർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. കാനാവിലെ കല്യാണ ഭവനത്തിലെ വിരുന്ന് നമുക്കറിയാം, ലാസറിന്റെ ഭവനത്തിലെ വിരുന്നറിയാം. ഈ വിരുന്നുകളിലൊക്കെയും യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് അവരുടെ വിരുന്നുകളിലെ കുറവ് മാറുകയാണ് ചെയ്യുന്നത്. അവരുടെ വിരുന്നുകളിലെ കുറവ് യേശു തമ്പുരാന്റെ സാന്നിധ്യം കൊണ്ട് ഇല്ലാതെയായി തീരുകയാണ് ചെയ്യുന്നത്. ഖലീൽ ജിബ്രാൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നിങ്ങൾ അപ്പം ചുടുമ്പോൾ അതിൽ അല്പം സ്നേഹം കൂടി ചേർക്കണം, ഇല്ലെങ്കിൽ അതിന് കയ്പായിരിക്കും എന്ന്. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചു, പഴയ കാലഘട്ടത്തിലെ വിരുന്ന് ഭവനത്തിൽ സ്നേഹത്തിന്റെ ഒരു സാമീപ്യം, സ്നേഹത്തിന്റെ ഒരു സാന്നിധ്യം കാണുവാൻ കഴിഞ്ഞിരുന്നു. ഇന്നത്തെ വിരുന്ന് ഭവനങ്ങളിൽ ആഡംബരം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വിരുന്ന് ഭവനങ്ങളൊക്കെയും അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെയാണ് ഖലീൽ ജിബ്രാന്റെ ഈ ഒരു ഉപയോഗത്തിന്റെ പ്രസക്തി കടന്നു വരുന്നത്. നിങ്ങൾ അപ്പം ചുടുമ്പോൾ അതിൽ അല്പം സ്നേഹം കൂടി ചേർക്കണം, അല്ലെങ്കിൽ അതിന് കയ്പായിരിക്കും എന്ന്. പ്രിയമുള്ളവരെ, പറയിപ്പറ്റ പന്തിരുകുലം എന്നുള്ളതായ കഥയില് അവിടെ അഗ്നിഹോത്രി, പാക്കനാർ എന്നുള്ളതായ 2 സഹോദരങ്ങളാണ്. ഈ 2 സഹോദരങ്ങളിൽ അഗ്നിഹോത്രി എന്ന സഹോദരനെ, മൂത്ത പുത്രനെ, അവനെ ഒരു നമ്പൂതിരി ഏറ്റെടുത്ത് വളർത്തുകയാണ് ചെയ്യുന്നത്. അവൻ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ ഈ നമ്പൂതിരി ഇല്ലത്തിൽ എത്തപ്പെടുകയും ആ ഇല്ലത്തിൽ അവൻ വളർന്നു വരികയും ചെയ്യുന്നു. എന്നാൽ പാക്കനാരാകട്ടെ, അവൻ ആ തൻ്റെതായ കുലത്തിൽ മാത്രമാണ് അവൻ ജനിച്ചു വളരുന്നത്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പാക്കനാർക്ക് ഒരാഗ്രഹം, തന്റെ ജ്യേഷ്ഠനായ അഗ്നിഹോത്രിയെ ഒന്ന് കാണണമെന്ന്. ഈ പാക്കനാര് അഗ്നിഹോത്രി താമസിക്കുന്ന ഇല്ലത്തിലേക്ക് കടന്നു ചെല്ലുന്നു. താഴ്ന്ന കീഴ്ജാതിയായ ഒരുവൻ കടന്നു വരുമ്പോൾ ഇല്ലത്തിലുള്ള നമ്പൂതിരിമാരാരും തന്നെ അവിടേക്ക് കടന്നു വരികയില്ല. എന്നാൽ അഗ്നിഹോത്രിയുടെ പത്നി കടന്നു വന്നു. അവൾ അനുജനായിരിക്കുന്ന പാക്കനാർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കടന്നു വന്ന അതിഥിയെ സ്വീകരിച്ച് ആ അതിഥിക്ക്, അനുജനായിരിക്കുന്ന ഈ മനുഷ്യന്, പാക്കനാർക്ക് അഗ്നിഹോത്രിയുടെ ഭാര്യ, പത്നി, അവൾ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ആ ഇല്ലത്തിൽ അപ്പോൾ വെന്തിരുന്ന മുഴുവൻ ചോറും പാക്കനാർക്ക് കൊടുത്തിട്ടും പാക്കനാർക്ക് തൃപ്തിയാവുന്നില്ല. പാക്കനാരുടെ വിശപ്പടങ്ങുന്നില്ല. അവസാനം പറയിലിരുന്ന നെല്ലെടുത്ത് ചോറ് വെച്ച് അത് വെന്ത് ഈ പാക്കനാർക്ക് വിളമ്പിക്കൊടുത്തു. എന്നിട്ടും പാക്കനാർക്ക് വിശപ്പ് മാറുന്നില്ല. അവസാനം അഗ്നിഹോത്രിയുടെ പത്നി അഗ്നിഹോത്രിയുടെ സന്നിധിയിൽ വന്നിട്ട് പറയുന്നു,
അവിടുത്തെ സഹോദരന് ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഭക്ഷണവും നൽകി. എന്നിട്ടും വിശപ്പ് മാറിയിട്ടില്ല. അവിടെ ഇരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയുള്ള മുഴുവൻ ഭക്ഷണം നൽകിയിട്ടും പാക്കനാരുടെ വിശപ്പ് മാറുന്നില്ല. പാക്കനാര് ഇതാ തളത്തിൽ കാത്തിരിക്കുന്നു. അവിടെ വരെ ഒന്ന് വന്നാലും എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഈ അഗ്നിഹോത്രി താനായിരിക്കുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് പാക്കനാരുടെ സമീപത്തെത്തുമ്പോൾ അവിടെ ഇരിക്കുന്ന ചോറും പാത്രത്തിൽ ചോറ് മുഴുവനും തീർന്നു. ഏതാനും വറ്റുകൾ ആ പാത്രത്തിന്റെ സൈഡിൽ ഇരിക്കുന്നു. അത് കൈകൊണ്ടെടുത്തിട്ട് അഗ്നിഹോത്രി പാക്കനാരോട് പറയുകയാണ്, സഹോദര വരിക, നമുക്ക് ഭക്ഷിക്കാം. സഹോദര വരിക, നമുക്ക് ഭക്ഷിക്കാം എന്ന് ഈ അഗ്നിഹോത്രി മൂത്ത സഹോദരൻ തന്റെ ഇളയ സഹോദരനായ പാക്കനാരോട് പറയുമ്പോൾ അത് വാങ്ങിച്ച് ഭക്ഷിച്ച്, ഏതാനും ചില വറ്റുകൾ മാത്രമാണ് അഗ്നിഹോത്രിയുടെ കയ്യിലുള്ളത്. അത് വാങ്ങിച്ച് ഭക്ഷിച്ചതിന് ശേഷം പാക്കനാർ പറയുന്നു, മതി, എനിക്ക് തൃപ്തിയായി. മതി, എനിക്ക് തൃപ്തിയായി എന്ന് പറയുന്ന പാക്കനാരുടെ മറുപടിക്കാണ് ഇവിടെ പ്രസക്തിയുള്ളത്. ഇതൊരു പക്ഷെങ്കിൽ നമുക്കാർക്കും ചിന്തിക്കുവാനോ വിശ്വസിക്കുവാനോ കഴിയുന്നതായിരിക്കില്ല. എന്നിരുന്നാലും പറയപ്പെട്ട പന്തിരികുലത്തിൽ പാക്കനാർ പറയുന്നു, മതി, എനിക്ക് തൃപ്തിയായി. എപ്പോഴാണ് അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം? ആ ഇല്ലത്തിലുണ്ടായിരുന്ന മുഴുവൻ ഭക്ഷണവും കഴിച്ചിട്ടും തൃപ്തിയാവാത്തതായ പാക്കനാർക്ക് തന്റെ സഹോദരൻ ഏതാനും വറ്റുകൾ തന്റെ കൈകൊണ്ട് തന്നെ എടുത്ത് വിളമ്പിക്കൊടുക്കുമ്പോൾ അത് അവൻ ഭക്ഷിച്ചതിന് ശേഷം പറയുകയാണ്, മതി, എനിക്ക് തൃപ്തിയായി എന്ന്. പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ നൽകുന്ന ഏതാനും വച്ചുകളാണ് ആ പാക്കനാരെ തൃപ്തനാക്കിയത്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെയും വിരുന്നുകളിലും നഷ്ടമായി പോകുന്നത് ഈ സംഭവത്തിലെ ആദ്യത്തെ സംഭവമാണ്. അവിടെ അഗ്നിഹോത്രിയുടെ ഭാര്യ എല്ലാം കൊടുക്കുന്നു. അവൾ കൊടുക്കുന്നത് ഒരു കർമ്മം എന്ന നിലയിൽ മാത്രമാണ്. ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിന് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് കടന്നു വന്ന ആളിന് വിശപ്പിന് നൽകുന്നത് വെറും ഒരു കർമ്മമായി കരുതി മാത്രം ആ പത്നി അങ്ങനെ ചെയ്തപ്പോൾ ആ ജ്യേഷ്ഠത്തിയിൽ നിന്ന് എത്രമാത്രം വാങ്ങിക്കഴിച്ചിട്ടും അവന് തൃപ്തനാവുകയല്ല ചെയ്യുന്നത്. എന്നാൽ സ്വന്തം സഹോദരൻ വന്ന് സ്നേഹത്തോടെ ഏതാനും വച്ചുകൾ നൽകിയപ്പോൾ അത് അവന്റെ വിശപ്പ് മാറ്റി അവനെ തൃപ്തനാക്കി തീർക്കുകയാണ് ചെയ്തത്. നമുക്കും നമ്മുടെ വിരുന്നുകൾ ഇതുപോലെ സ്നേഹത്തിന്റെ വിരുന്നുകൾ ആക്കി തീർക്കാം. സ്നേഹം തുളുമ്പുന്ന വിരുന്നുകൾ ആക്കി തീർക്കാം. നമ്മുടെ വിരുന്നുകൾ ആഡംബരത്തിൽ മുഴുകിപ്പോകാതെ, നമ്മുടെ വിരുന്നുകൾ യേശു തമ്പുരാൻ ഇല്ലാത്ത വിരുന്നുകൾ ആയി പോകുന്ന ഒരു കാലഘട്ടത്തിൽ യേശു തമ്പുരാൻ കടന്നു വന്ന വിരുന്നുകളിലേക്ക് നമുക്ക് എത്തി നോക്കാം. കാനാവിലെ കല്യാണ ഭവനത്തിൽ യേശു തമ്പുരാൻ തന്റെ മാതാവായ കന്യകമറിയാം അമ്മയോട് പറയുകയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന്. എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയുമ്പോഴും ആ മാതാവ് അവിടെയുള്ള ദാസന്മാരെ വിളിച്ചിട്ട് പറയുകയാണ് ചെയ്യുന്നത്, ഇവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അപ്രകാരം ചെയ്യണമെന്ന്. എന്തുകൊണ്ടാണ് മാതാവിന് അങ്ങനെ ആ ദാസന്മാരെ പറഞ്ഞേൽപ്പിക്കാൻ കഴിയുന്നത്? തന്റെ പുത്രനിലുള്ള അചഞ്ചലമായ വിശ്വാസം, അതിനേക്കാൾ കൂടുതലായി ആ പുത്രന്റെ സാന്നിധ്യം. ആ പുത്രൻ അവിടെ സന്നിഹിതനായിരിക്കുന്നു. ആ വിരുന്ന് ഭവനത്തിൽ യേശു തമ്പുരാന്റെ സാന്നിധ്യമാണ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ യേശു തമ്പുരാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അതിന് സാധ്യമല്ലാതെ പോകുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലില്ല. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലില്ല. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ട് മാത്രമാണ്. യേശുവിന്റെ സാന്നിധ്യം ഇല്ലാത്ത ജീവിതം, യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളതായ ജീവിതം, ഇതാണ് ഇന്നത്തെ കുറവുകൾക്ക് കാരണം. എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ആത്മീയ കുറവ് അനുഭവിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ യേശുവിനെ മാറ്റി നിർത്തിയിട്ടാണ് ജീവിക്കുന്നത്. എന്റെ യേശുവിന് എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ലാതെ പോകുന്നു. അതാണ് കാരണം. എന്റെ യേശു എന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, എന്റെ യേശു എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ
എനിക്ക് കുറവുകൾ ഉണ്ടാവുകയില്ല. മുന്നമേ പ്രസ്താവിച്ചതായ ഈ 3 വിരുന്ന് ഭവനങ്ങളിലും യേശു തമ്പുരാൻ കടന്നു വരുമ്പോൾ യഹൂദ പാരമ്പര്യത്തിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു വിരുന്നിന് വേണ്ടി ഒരു പ്രത്യേക അതിഥി കടന്നു വന്നാൽ അതിന് ചുറ്റുമുള്ളവർക്ക് അല്ലെങ്കിൽ കടന്നു വരുവാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ആ ഭവനത്തിലേക്ക് കടന്നു വരാം. അവർക്ക് അവിടെ കടന്നു വന്ന് ഈ അതിഥിയായിരിക്കുന്ന മനുഷ്യനോട് കുശലാന്വേഷണം നടത്താം. അവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാം. ഈ 3 ഭവനങ്ങളിലും ശീമോന്റെ ഭവനത്തിൽ കടന്നു വരുന്ന പാപിനിയായ ഒരു സ്ത്രീയെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. പരീശനായ ശീമോന്റെ ഭവനത്തിലേക്ക് പാപിനിയായ ഒരു സ്ത്രീ കടന്നു വരികയാണ് ചെയ്യുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. യേശു തമ്പുരാൻ ശീമോനോട് ചോദിക്കുന്നു, നീ ഈ സ്ത്രീയെ കാണുന്നുവോ? നീ ഈ സ്ത്രീയെ കാണുന്നുവോ എന്ന് യേശു തമ്പുരാൻ ശീമോനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ശീമോൻ അവിടെ കടന്നു വരുന്ന സ്ത്രീയെയല്ല കാണുന്നത്, മറിച്ച് പാപിനിയായ ഒരു സ്ത്രീയെയാണ് അവിടെ കാണുന്നത്. യേശുവിന്റെ സന്നിധിയിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു ഭവനത്തിൽ ഒരു വിശിഷ്ടാതിഥി വന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് കടന്നു വരുവാൻ എല്ലാവർക്കും അനുവാദമുണ്ട്. ഇതാ പാപിനിയായി എന്ന് സമൂഹം മുദ്ര കുത്തുന്നതായ ഒരു സ്ത്രീ യേശുവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. അവളെ ഇവൾ പാപിനിയല്ലേ എന്നുള്ള ചിന്തയോടുകൂടി നോക്കുമ്പോൾ യേശു തമ്പുരാൻ ആ ശിമോനോട് ചോദിക്കുകയാണ്, നീ ഇവളിൽ സ്ത്രീയെ കാണുന്നുവോ? നീ ഈ സ്ത്രീയെ കാണുന്നുവോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മെ കാണുന്നവർ, നമ്മെ അറിയുന്നവർ പറയും, ഇവൻ പാപിനിയായ മനുഷ്യനാണ്, ഇവൻ പാപിയായ മനുഷ്യനാണ്, ഇവൻ പാപിനിയായ വ്യക്തിയാണ്, ഇവൻ യേശുവിന്റെ സന്നിധിയിൽ എന്തുകൊണ്ട് കടന്നു വരുന്നു എന്ന്. ശരിയാണ്, മനുഷ്യർ നമ്മളെ അങ്ങനെ നോക്കിയാലും യേശു തമ്പുരാൻ ആ കൂടിയിരുന്ന എല്ലാവരെക്കാളും ഒരു കാര്യം മനസ്സിലാക്കി. ആ കൂടിയിരുന്ന എല്ലാവരും ആ പാപിനിയായ സ്ത്രീയിൽ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് യേശു തമ്പുരാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഇവൾ കഴിഞ്ഞ കാല ജീവിതം അത്രയും പാപം നിറഞ്ഞതായിരുന്നു, പാപത്തിന്റെ അവസ്ഥയിലായിരുന്നു ഇവളുടെ ജീവിതം. എന്നാൽ ഇന്നിപ്പോൾ ഇവൾ എന്റെ സന്നിധിയിൽ നിൽക്കുന്നത് അനുതപിക്കുന്ന, തന്റെ പാപങ്ങളെ കുറിച്ച് ദുഃഖിക്കുന്ന, തന്റെ പാപങ്ങളിൽ മനസ്താപത്തോടുകൂടെയാണ് ഇവൾ ഇന്ന് ഈ ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും നോക്കിയിട്ട് നമ്മളിൽ എത്ര പേരെ കണ്ടിട്ട് യേശു തമ്പുരാന് പറയാൻ കഴിയും, ഇവളോ ഇവനോ കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ കാല ജീവിതത്തിന്റെ ഒരു തുടർച്ചയായിട്ടല്ല, മറിച്ച് ഇവൾ എന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇതാ ഈ മകൻ എന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു, ഈ മകൾ എന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇവളെ കാണുന്നവരെ പോലെ മാത്രമല്ല ഇവൾ കടന്നു വന്നിരിക്കുന്നത്. ഈ ലോകത്തിലെ നഗ്നനേത്രകൾ കണ്ട് കാണുന്നത് പോലെ അല്ല ഇവൾ കടന്നു വന്നിരിക്കുന്നത്. ഇവനും ഇവളും അനുതപിക്കുന്ന ഹൃദയത്തോടെയാണ് എന്ന് നമ്മളെ നോക്കി, നമ്മളിൽ എത്ര പേരെ നോക്കി യേശു തമ്പുരാൻ ചിന്തിക്കുന്നുണ്ടാകും. പ്രിയമുള്ളവരെ, സ്വാമി നിത്യചൈതന്യതി ഇപ്രകാരം പറഞ്ഞു, യു സീ പീപ്പിൾ, യു സീ ഹ്യൂമൻസ്. നമ്മൾക്ക് മനുഷ്യന്മാരെ കാണുവാൻ കഴിയും, എന്നാൽ അവനിലുള്ള മനുഷ്യത്വത്തെ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് സ്വാമി പറയുകയാണ്, നീ മനുഷ്യനെ കാണണം, at the same time you see the humans. നീ അവനിലുള്ള മനുഷ്യത്വത്തെയും കാണണം എന്നാണ് സ്വാമി നിത്യചൈതന്യതി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും കാണാൻ കഴിയാതെ പോകുന്നതും അതാണ്. നമ്മുടെയൊക്കെയും ജീവിതം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്നതായ ഒരു വലിയ സംഗതി,
ഇന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്നതായ ഒരു വലിയ സംഗതി, ഇതാ ഞാൻ എന്റെ ജീവിതം എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ആ മുടിയനായ പുത്രനെ പോലെ ഞാൻ എന്റെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പലപ്പോഴും അകന്നുപോയി. പല പടവുകൾ താണ്ടി ഇതാ ഞാൻ അകലത്തിലായി നിൽക്കുന്നു. എനിക്ക് ആ പടവുകൾ പുറകോട്ട് വന്ന്, ആ പടവുകൾ ഞാൻ മുമ്പോട്ട് പോയി പടവുകളെല്ലാം പുറമോട്ട് വന്ന് എനിക്ക് എന്റെ ദൈവത്തിന്റെ സന്നിധിയിലാകണം. മലാക്കി പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ തിരിഞ്ഞു വരുവീൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും തിരിഞ്ഞു വരും. തിരിഞ്ഞു വരുന്ന എന്നെ സ്വീകരിക്കുവാൻ വേണ്ടി, തിരിഞ്ഞു വരുന്ന എന്നെ ഉൾക്കൊള്ളുവാൻ വേണ്ടി കാത്തിരിക്കുന്ന എന്റെ പിതാവ്, അവൻ എന്റെ കാലുകൾക്ക് ചെരുപ്പ് നൽകും. അവൻ സ്വാതന്ത്ര്യം നൽകി എന്നെ അനുഗ്രഹിക്കും. അവൻ എന്റെ പഴയ ജീവിതത്തെ, പാപമാകുന്ന എന്റെ പഴയ ജീവിതത്തെ, എന്റെ പഴയ വസ്ത്രത്തെ ഉരിഞ്ഞു കളഞ്ഞ് അവൻ എനിക്ക് പുതിയ വസ്ത്രം നൽകി എന്നെ സ്വീകരിക്കും. അവൻ എനിക്ക് മോതിരമാകുന്ന അംഗീകാരം നൽകി, തന്റെ രാജ്യത്തിൽ തന്റെ പുത്രത്വത്തിന്റെ അവകാശം നൽകി അവൻ എന്നെ സ്വീകരിക്കുന്നു. ഇതാ ഞാൻ എന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകും. നമുക്കെല്ലാവർക്കും തിരിച്ചു പോകാം. നമ്മളെ സ്നേഹിക്കുന്ന ഒരു വലിയ പിതാവുണ്ട്. നമ്മളെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ പിതാവുണ്ട്. ഈ ലോകത്തിലെ ജീവിതം അത് നമ്മളെ മലീമസപ്പെടുത്തുമ്പോൾ, ഈ ലോകത്തിലെ ജീവിതം അത് നമ്മളെ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാക്കി തീർക്കുമ്പോൾ, ഈ ലോകത്തിലെ ജീവിതം അത് നമ്മളെ ധൂർത്തന്മാരാക്കുമ്പോൾ, ആഡംബര പ്രിയന്മാരാക്കുമ്പോൾ, ഇതാ നമുക്ക് തിരിച്ചു പോകാം സ്നേഹിക്കുന്ന പിതാവിന്റെ സന്നിധിയിലേക്ക്, സ്നേഹം തുളുമ്പുന്ന പിതാവിന്റെ സന്നിധിയിലേക്ക്. ഇതാ നമുക്ക് വിരുന്നുകൾ ഒരുക്കുവാൻ അവസരമായിരിക്കുന്നു. അവന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് നമുക്ക് അവനോട് ചേർന്ന് ആഹ്ലാദിക്കാം. യേശുവേ, ഇതാ ഞാൻ നിന്റെ സന്നിധിയിലായിരിക്കുന്നു. നമുക്ക് അവനോട് ചേർന്ന് ആഹ്ലാദിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ വണങ്ങി ദൈവസന്നിധിയിൽ കൂടുതലായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. പിതാവിനോട് ചേർന്ന് നിന്നിട്ട് കാലങ്ങൾ ഇത്രയായിട്ടും എനിക്കൊരു പ്രശംസയോ ഒരു പ്രോത്സാഹനമോ ലഭിച്ചില്ല എന്ന് പെറുപുറത്ത ആ പുത്രനെയും അവസാനം ആ പിതാവ് ആ വിരുന്ന് ഭവനത്തിലേക്ക് അനുനയിപ്പിച്ച് സ്വീകരിക്കുന്നത് പോലെ ഞങ്ങളൊക്കെയും ഞങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ചെറുതും വലുതുമാകുന്ന തെറ്റുകൾ കൊണ്ട്, ചെറുതും വലുതുമാകുന്ന വീഴ്ചകൾ കൊണ്ട് നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയി. ദൈവമേ, 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 ഇതാ ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുന്നു. ഒരു തിരിച്ചുവരവിനെ ആഗ്രഹിച്ച് ഇതാ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. അബ്ബാ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുവനായെങ്കിലും നീ എന്നെ പരിഗണിക്കണമേ എന്ന് ആ മുടിയനായ പുത്രനെ പോലെ ഇതാ ഞങ്ങളും നിന്റെ സന്നിധിയിൽ ഏറ്റു പറയുന്നു. ഞങ്ങൾ വേർപെടുത്തിയത് ഈ ലോകത്തിന്റെ സുഖത്തിനു വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായത് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സംസർഗവും ആ സ്വർഗസ്ഥ പിതാവിന്റെ സമർപ്പണവും അവന്റെ സ്നേഹവും അവന്റെ വാത്സല്യവുമാകുന്നു. ഇതാ ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളെ ഞാൻ വേദനിപ്പിച്ചപ്പോൾ, എന്റെ മാതാപിതാക്കളെ ഞാൻ അനുസരിക്കാതിരുന്നപ്പോൾ ഞാൻ നഷ്ടമാക്കിയത് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ പിതൃവാത്സല്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അന്യദേശത്ത് ഇവിടെ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വസ്ഥതയുണ്ടെന്നും അന്യദേശത്ത് ഇവിടെ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സംതൃപ്തി ഉണ്ടെന്നും മനസ്സിലാക്കി കാലത്തിനു മുമ്പേ പിതാവിനോട് തന്റെ അവകാശത്തെ ചോദിച്ചു വാങ്ങി പലപ്പോഴും ഞാൻ ധാർഷ്ട്യത്തോടെ എന്റെ ഈ ലോക ജീവിതത്തിൽ ഞാൻ പെരുമാറിയിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എന്റെ മാതാപിതാക്കളോട് തന്നിഷ്ടത്തോടും അഹങ്കാരത്തോടും ദൈവമേ ഞാൻ പെരുമാറിയിട്ടുണ്ട്. എന്റെ സംസാരത്തില്, എന്റെ നോട്ടത്തില്, എന്റെ ചിന്തയില്, എന്റെ പെരുമാറ്റത്തില് മുതിർന്നവരെ, ആദരണീയരായിരിക്കുന്നവരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് പകരം എനിക്ക് വീഴ്ച സംഭവിച്ചു. അവിടുന്ന് എന്നെ തൃക്കൻ പാർക്കണമേ. ഇതാ ഞാൻ അകന്നു പോയിരിക്കുന്നു.
നിന്റെ സന്നിധി ബോധം മനസ്സിലാക്കാതെ, നിന്റെ സാമീപ്യത്തെ തിരിച്ചറിയാതെ നിന്നിൽ നിന്നിതാ ഞാൻ അകലെയായി പോയിരിക്കുന്നു. ആ കുഷ്ഠരോഗിയായ മനുഷ്യൻ തന്നെ സ്നേഹിക്കുന്ന തന്റെ ഭാര്യയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന, ഞങ്ങളെ ഓരോരുത്തരെയും മനസ്സിലാക്കുന്ന, ഞങ്ങൾ ഓരോരുത്തരെയും കരുതുന്ന നിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, അതിനെ മനസ്സിലാക്കുവാൻ, പൂർണ്ണമായിട്ട് അതിനായി സമർപ്പിക്കുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഈ പരിശുദ്ധന്റെ ഖബറിടത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ നിന്നെ ശുശ്രൂഷിച്ചതായ കരങ്ങള്, നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയതായ കാലുകൾ, അത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് സംഗതിയായി തീരണമേ. ഞങ്ങളുടെ ജീവിതത്തെ ഇതാ ഞങ്ങൾ ഈ പരിശുദ്ധന്റെ മധ്യസ്ഥം മൂലം നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ പരിശുദ്ധന്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് കാവലും കോട്ടയുമായിരിക്കണമേ.